നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളമേറെ കാത്തിരുന്ന ലാലേട്ടൻ ചിത്രം എമ്പുരാൻ കഴിഞ്ഞ ദിവസമാണ് റിലീസായത്. വലിയ രീതിയിൽ ഏറെ പ്രതീക്ഷകളോട് കൂടിയാണ് ചിത്രം എത്തിയത്. പക്ഷേ സിനിമ റിലീസായി ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളും വിമർശനങ്ങളും സിനിമ ബഹിഷ്കരിക്കണം എന്ന് വരെ പറഞ്ഞുകൊണ്ട് ആളുകളുടെ രോഷം പ്രകടിപ്പിക്കുകയാണ്. ഒരു സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആളുകളുടെ അഭിപ്രായം എല്ലാം തന്നെ പുറത്തു വരുമ്പോഴെല്ലാം തന്നെ ആളുകൾ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ തന്നെയാണ് പറയുന്നത്. പക്ഷെ അതേസമയം ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം സോഷ്യൽ മീഡിയ പേജുകളിൽ വലിയ രീതിയിൽ ചില ഗ്രൂപ്പുകളൊക്കെ തന്നെ വിമർശനം സിനിമയ്ക്കെതിരെയും പൃഥ്വിരാജിനെതിരെയും അതുപോലെ തന്നെ മോഹൻലാലിനെതിരെയൊക്കെ തന്നെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ആളുകൾ കമൻ്റ് ഇടുന്നുണ്ട്. പലരും സിനിമയുടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഈ ഒരു സിനിമ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തതിൻ്റെ ഒരു പോസ്റ്റൊക്കെ എടുത്ത് വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉന്നയിക്കുന്നത്. എമ്പുരാനെ ചൊല്ലി ഇടത് സംഘപരിവാർ അനുകൂലികൾ തമ്മിലാണ് സൈബർ പോര് ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഫേസ്ബുക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ആണെങ്കിലൊക്കെ തന്നെ പ്രതിഷേധം ആളുകൾ അറിയിക്കുന്നുണ്ട്. സിനിമയുടെ കളക്ഷനെ അടക്കം ഇത് ബാധിക്കുമെന്ന സൂചനകളും ഉയരുന്നുണ്ട്. ഈ ചർച്ചകളിൽ നടൻ മോഹൻലാലും കടുത്ത അതൃപ്തിയിലാണ്. അനാവശ്യ വിവാദങ്ങൾ സിനിമയിലേക്ക് വലിച്ചിഴച്ചുവെന്നാണ് മോഹൻലാലിന്റെ ആരാധകപക്ഷമടക്കം പറഞ്ഞുകൊണ്ട് വരുന്നത്. സിനിമയുടെ രാഷ്ട്രീയത്തെ അഭിനന്ദിക്കുന്ന കുറിപ്പുമായി മുൻ മന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ മകനും നടനുമായ ബിനീഷ് കോടിയേരിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പ് പങ്കുവച്ചതും വിവാദത്തിന് ആദ്യമിടയാക്കിയത്. ബിനീഷിന്റെ അഭിനന്ദനം സിനിമയെ പ്രതികൂലമായി ബാധിക്കുമോ എന്നറിയാൻ കാത്തിരിക്കേണ്ട സാഹചര്യമാണുള്ളത്. ഏതായാലും മുഖ്യധാര പത്രങ്ങൾ പോലും ഈ സൈബർ പോര് വാർത്തയാക്കുന്നുണ്ട്. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ സിനിമയുടെ ഉള്ളടക്കത്തെ ചൊല്ലി ഇപ്പോൾ സംസ്ഥാന BJPയിലും ആശയക്കുഴപ്പം ഉണ്ടായിരിക്കുകയാണ്. ഉള്ളടക്കം പുറത്തു വരും മുമ്പേ തന്നെ ചിത്രം കാണുമെന്ന് പ്രഖ്യാപിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയിരുന്നു. അതേസമയം അദ്ദേഹം ഒരു മോഹൻലാലുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം രാവിലെ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഉച്ചയോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് വിവാദങ്ങൾ ഉടലെടുത്തത്. വൈകുന്നേരത്തോടു കൂടിയപ്പോൾ ഒരുപാട് ആളുകൾ വിവാദം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരുന്നുണ്ടായിരുന്നു. RSS നേതാക്കളും സംഘപരിവാർ പ്രൊഫൈലുകളും ചിത്രത്തിനെതിരെ പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട്. ചിത്രം ശുദ്ധ അസംബന്ധവും ഭീകര സംഘടനകളെ വെള്ളപൂശാനുള്ളതാണെന്നാണ് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് P രഘുനാഥിന്റെ പ്രതികരണം. പ്രമേയത്തിലും കഥാപാത്രങ്ങളിലും BJP വിമർശനമുണ്ടെന്ന അവലോകനങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വന്നതോടെയാണ് സംഘപരിവാർ പ്രൊഫൈലുകൾ ചിത്രത്തിനെതിരെ രംഗത്തെത്തിയത്. വ്യാപക ആക്രമണം തുടങ്ങുന്നതിന് മുൻപാണ് സംസ്ഥാന അധ്യക്ഷൻ ചിത്രത്തെ പിന്തുണച്ച് ഫേസ്ബുക്കിൽ പ്രതികരിച്ചത്. മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന് ആശംസകൾ. വരും ദിനങ്ങളിൽ ഞാനും എമ്പുരാൻ കാണുന്നുണ്ട് എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതേസമയം സംസ്ഥാനത്തെ RSSന്റെ പ്രധാന ചുമതലക്കാരിൽ ഒരാളായ J നന്ദകുമാർ സിനിമയെ രൂക്ഷമായി വിമർശിച്ചു. വാര്യം കുന്നനായ എമ്പുരാൻ അലങ്കാരം ഉപമയോ ഉൾപ്രേക്ഷയോ എന്നായിരുന്നു നന്ദകുമാറിന്റെ പോസ്റ്റ്. ഇതിനിടെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വിരുദ്ധ നിലപാടുമായി P രഘുനാഥ് രംഗത്തെത്തിയത്. PFI പോലുള്ള സംഘടനകളെയും ISI പോലുള്ള ബാഹ്യശക്തികളെയും വെള്ളപൂശാനുള്ള ചിലരുടെ ശ്രമമാണോ എന്ന് പരിശോധിക്കപ്പെടണം. രാജ്യദ്രോഹ ശക്തികളുടെ ഫണ്ട് ഇത്തരം നിർമ്മാതാക്കൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. അഭിനേതാക്കളും പ്രമേയത്തിന്റെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാവേണ്ടതാണ് എന്നായിരുന്നു രഘുനാഥിന്റെ പോസ്റ്റ്. V മുരളീധര പക്ഷത്തെ പ്രധാനിയാണ് P രഘുനാഥ്. P രഘുനാഥിനെ തള്ളി രാജീവ് ചന്ദ്രശേഖരനെ പിന്തുണച്ചായിരുന്നു കഴിഞ്ഞ ദിവസം സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശിന്റെ പ്രതികരണം. സിനിമയെ ആശ്രയിച്ചാണ് സംഘപരിവാർ സംഘടനകളുടെ പ്രവർത്തനം എന്നായിരുന്നു MT രമേശിന്റെ ചോദ്യം. സിനിമയെ സിനിമയായി കണ്ടാൽ മതി, അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എല്ലാവർക്കുമുണ്ട്. ഇഷ്ടമുള്ളവർക്ക് കാണാം, കാണാതിരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പ്രജ്ഞാ പ്രവാഹ് ദേശീയ സംയോജകൻ J നന്ദകുമാർ സമൂഹമാധ്യമത്തിൽ എമ്പുരാനെ കുറിച്ച് പങ്കുവെച്ച പോസ്റ്റ് വലിയ ചർച്ചയാകുന്നുണ്ടായിരുന്നു. വാര്യംകുന്നനായ എമ്പുരാൻ അലങ്കാരം ഉപമയോ ഉൾപ്രേക്ഷയോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടുള്ള പോസ്റ്റാണ് J നന്ദകുമാർ പങ്കുവെച്ചത്. RSSന്റെ രാജ്യത്തെ പ്രധാന പ്രചാരകനാണ് നന്ദകുമാർ. കേരളത്തിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന RSS നേതാവിന്റെ പോസ്റ്റ് ഏറെ ചർച്ചയാകുന്നുണ്ട്. വാര്യംകുന്നനെ വലിയൊരു സാമൂഹിക വിമോചകനായി ചിത്രീകരിക്കാൻ വേണ്ടി ആഷിഖ് കപൂറിന്റെ സംവിധാനത്തിൽ 100 കോടി ചിത്രം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ യഥാർത്ഥ വാര്യംകുന്നൻ നിരവധി ഹിന്ദുക്കളെ കൊല ചെയ്ത ഹിന്ദു വിരുദ്ധനാണെന്ന ക്യാമ്പയിൻ കേരളത്തിൽ ഉയർന്നതോടെ ഈ സിനിമ ആഷിഖ് കപൂർ ഉപേക്ഷിച്ചു.
ആ സിനിമയിൽ വാര്യംകുന്നൻ തന്നെയാണ് ഇപ്പോൾ എമ്പുരാനായി വന്നത് എന്ന് ജെ നന്ദകുമാർ പറയുമ്പോൾ അതിൽ പറയാനിരുന്ന രാഷ്ട്രീയം തന്നെയാണ് എമ്പുരാനിലും കൊണ്ടുവന്നിരിക്കുന്നതെന്ന സൂചനയാണ് RSS നേതൃത്വവും നൽകുന്നത്. പൊതുവെ ഹിന്ദുവിരുദ്ധ സിനിമയാണ് എമ്പുരാൻ എന്ന സൂചന തന്നെയാണ് ജെ നന്ദകുമാർ നൽകുന്നത്. 2002 ഗുജറാത്തിലെ ഗോദ്ര കലാപത്തെക്കുറിച്ച് ഏകപക്ഷീയമായി ചില പരാമർശങ്ങൾ സിനിമയിൽ ഉള്ളതായി വിമർശനം ഉയരുന്നുവെന്നാണ് RSS പത്രമായ ജന്മഭൂമി പറയുന്നത്. ഗോദ്ര കലാപത്തിൽ ഹിന്ദു വിഭാഗമാണ് ആക്രമം അഴിച്ചുവിട്ടതെന്ന രീതിയിൽ സൂചനകൾ ഉള്ളതായി പരാതിയിൽ ഉയരുന്നുണ്ട്. സ്റ്റീഫൻ നെടുമുള്ളി എന്ന മോഹൻലാലിന്റെ കഥാപാത്രത്തിന് മറ്റൊരു മുഖമുണ്ടെന്നും അതാണ് ഖുറേഷി എബ്രാഹാം എന്നും ലൂസിഫറിൽ പറഞ്ഞതിനാൽ എമ്പുരാനിൽ ആ ഖുറേഷി എബ്രാഹിമിന്റെ കഥ കാണാൻ പോയവർ ചമ്മി എന്നും ഈ ഒരു മാധ്യമത്തിൽ എഴുതുന്നുണ്ട്. പകരം അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്ന സയ്യിദ് മസൂദിന്റെ കഥയാണ് എമ്പുരാനിൽ കൂടുതലായി പറയുന്നത്. ആ കഥ എന്തിനാണ് ഇത്ര പ്രാധാന്യത്തോടെ കൊണ്ടുവരുന്നത് എന്നതാണ് അത്ഭുതമായിരിക്കുന്നത്. ഇഡിയും എൻഐയും അധികാര ദുർവിനിയോഗത്തിനായി ഉപയോഗിക്കുന്നു എന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിനെ രാജ്യദ്രോഹ പ്രവർത്തനമായി ചിലർ വിമർശിക്കുന്നുവെന്നാണ് ജന്മഭൂമിയിലെ ലേഖനത്തിലടക്കം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വലിയ തർക്കം തന്നെയാണ് നടക്കുന്നത്. പല ആളുകളും ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ഏതായാലും ഇത് സിനിമയെ ബാധിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സംശയം ഉയരുന്നത്. കേരളത്തിൽ മാത്രം 750ഓളം തിയേറ്ററുകളിൽ ചിത്രം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വ്യാഴ രാവിലെ 6-നായിരുന്നു ആദ്യ പ്രദർശനം. ബുധൻ രാത്രി തന്നെ മോഹൻലാലിന്റെ ആരാധകർ ആഘോഷം തുടങ്ങിയിരുന്നു. മലയാള സിനിമയിലെ പല റെക്കോർഡുകളും എമ്പുരാൻ തകർത്തു. പല ദിനത്തിലെ ടിക്കറ്റ് വിൽപ്പനയിലൂടെ മാത്രം ചിത്രം 50 കോടി രൂപ നേടിയിരുന്നു. മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായാണ് ചിത്രം ആദ്യ ദിനത്തിൽ ഇത്രയും വലിയ തുക നേടുന്നത്. 60 കോടിയിലേറെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് സിനിമയ്ക്ക് ലഭിച്ചതോടെയാണ് വിവാദങ്ങൾ കാരണം ഈ സിനിമയുടെ ഭാവി ആശങ്ക ശക്തമാണ്. ചിത്രത്തിന്റെ സംവിധായകൻ പൃഥ്വിരാജ്, നായകൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള വൻ താരനിരയും ചിത്രത്തിന്റെ ആദ്യ പ്രദർശനത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു. കൊച്ചിയിലെ കവിതാ തിയേറ്ററിലാണ് പൃഥ്വിരാജ്, മോഹൻലാൽ, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, ഇന്ദ്രജിത്ത് തുടങ്ങിയവരും ആദ്യ ഷോ കാണാനെത്തിയത്. 2019 പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ 2ാം ഭാഗമാണ് എമ്പുരാൻ. പ്രേക്ഷകരെ ഹരം കൊള്ളിപ്പിച്ച എമ്പുരാൻ ആദ്യ പകുതി പിന്നിട്ടപ്പോഴൊക്കെ തന്നെ ചിത്രത്തിന് മികച്ച പ്രതികരണമായിരുന്നു ആദ്യം ലഭിച്ചിരുന്നത്. കിടിലൻ പടമാണെന്നും ഫസ്റ്റ് ഹാഫ് തകർത്തെന്നും ഉഗ്രൻ പടമെന്നും അടിപൊളി പടമെന്നല്ലൊക്കെയാണ് പ്രേക്ഷകർ സിനിമയെ ആദ്യം വിശേഷിപ്പിച്ചത്. ആളുകളെ പിടിച്ചിരുത്തുന്നതാണ് ചിത്രത്തിന്റെ ആദ്യ പകുതി എന്ന് ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മികച്ച ദൃശ്യാനുഭവമാണ് നൽകുന്നതെന്നും ചിലർ പ്രതികരിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് പണിയെടുത്തിട്ടുണ്ടെന്നും ലാലേട്ടൻ തകർത്തെന്നും ആരാധകരെല്ലാം തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇതൊരു പല കോണുകളിൽ നിന്നും ഇപ്പോൾ പല വിമർശനങ്ങളാണ് ഉയരുന്നത്. സിനിമയെ സിനിമയായി കണ്ടാൽ പോരെ, എന്തിനാണ് ഇത്രയേറെ രോഷം കൊള്ളുന്നത് എന്നാണ് ചിലർ ചോദിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളിൽ ആരും ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ഇനിയുള്ള പ്രേക്ഷകർ അത് കാണുമ്പോൾ എങ്ങനെയായിരിക്കും അത് വിലയിരുത്തുക, ഇനി അതിന്റെ പിന്നിൽ അത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.